അത് നിങ്ങളോട് പറയാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നല്ല പറഞ്ഞേ. അത് പാർട്ടിക്കകത്ത് പറയും. പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുക്കളോടും ആവശ്യപ്പെട്ട പറയും. അതില് ഏഷ്യാനെറ്റിനോടോ ചാനലുകളോടോ പറയേണ്ട കാര്യമല്ല. അത് പാർട്ടിക്ക് ഒരു രീതിയുണ്ട്. പാർട്ടിയുടെ ഏത് ധനസമാഹരണമായാലും നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഫണ്ട് ശേഖരിച്ച് നേരെ പബ്ലിഷ് ചെയ്യുന്ന പരിപാടി. അത് പാർട്ടിയുടെ ഭരണഘടനാപരമായി പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് അത് അംഗീകരിക്കേണ്ടത്. ആരോപണം നിങ്ങൾക്ക് ഇനി ഉയർത്താലോ, എന്ത് പറയാലോ. അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പാകെ കണക്ക് കൊടുത്തിട്ട് വരാൻ വേണ്ടി പറ്റൂ. ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ബോധ്യമുണ്ട്. പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റിക്ക് ബോധ്യമുണ്ട്. പാർട്ടിയുടെ ബോധ്യമാണ്. പാർട്ടി ഏതെങ്കിലും വിധത്തില് ധനാപകരണം നടത്തുന്ന പാർട്ടിയല്ല. ഇവിടെ ഏതെങ്കിലും ഒരാൾ ശരിയും മറ്റുള്ളവരും മുഴുവൻ തെറ്റുമല്ല. പാർട്ടിയുടെ ബോധ്യ. എന്താ അദ്ദേഹം പറയുമ്പോൾ പറഞ്ഞത്? അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടി കമ്മിറ്റിക്കകത്ത് പറയാതിരിക്കുന്നത് ഇപ്പോൾ ഉള്ള നേതാക്കന്മാർക്കൊക്കെ അങ്ങ് മേലോട്ടേക്ക് എത്തണം, അതുകൊണ്ട് പറയാതിരിക്കുന്നതാണ്. കോടിയേരി പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞത്. കോടിയേരിക്ക് ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ട് ആരെ സൂപ്പെട്ടിട്ട് ഏതിന്റെ മേലെ എത്താൻ വേണ്ടിയിട്ടാ? അപ്പൊ അങ്ങേത് തെറ്റായ കാര്യങ്ങൾ പാർട്ടിക്ക് മുമ്പാകെ പറയാണ്, പാർട്ടിയെ സംബന്ധിച്ച് പറയാണ്. കൃത്യമായി പാർട്ടിയുടെ സംഘടനാ തത്വം അനുസരിച്ച് സുതാര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കേണ്ട ബന്ധപ്പെട്ട കമ്മിറ്റിയിലാണ്. ആ ബന്ധപ്പെട്ട കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആക്ഷേപം വന്നപ്പോ ആ കമ്മിറ്റി തന്നെ പ്രത്യേകമായി ഓഡിറ്റർമാരെ നിയമിച്ചിട്ടുണ്ട്. ആ ഓഡിറ്റർമാരുടെ റിപ്പോർട്ട് സാധാരണ ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയുടെ വരവ് ചെലവ് കണക്ക് നോക്കേണ്ട കാര്യമില്ല. അത് ഏരിയ കമ്മിറ്റിയുടെ പണിയാണ്. ജില്ലാ കമ്മിറ്റി ആ വരവ് ചെലവ് കണക്ക് പരിശോധിച്ച് ഓഡിറ്റർമാരുടെ എങ്ങനെയാണ് അവര് കണക്ക് പരിശോധിച്ചിട്ടുള്ളതെന്നതിന്റെ വിശദാംശങ്ങൾ നോക്കി ജില്ലാ കമ്മിറ്റി ഉറപ്പുവരുത്തിയാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും പാർട്ടിയുടെയും ആകെ ബോധ്യമാണ് ധനരാജ് ഫണ്ടിൽ നിന്ന്, കെട്ടിട നിർമ്മാണ ഫണ്ടിൽ നിന്ന് 1 രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അത് പാർട്ടിയുടെ ബോധ്യമാണ്. അത് മലയാള മനോരമയുടെയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ മുമ്പാകെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം പാർട്ടിക്കില്ല.